സ്വത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്ത് മാറിപ്പോയല്ലോ. എന്തിനു വാവേജ് ചെയ്തത്? എന്തിനു വാവേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വത്ത് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ചങ്ക് പിടയുന്നു. എന്ത് സങ്കടമാണ്. എന്തിനാ വാവേ ഇത് ചെയ്തത്? ആ ചോദ്യം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ അച്ഛൻ്റെ അമ്മയുടെയും ഏക മകനാണ് നഷ്ടമായത്. കുറച്ച് ലൈക്കിനും വ്യൂസിനും വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ തകർന്നു പോകുന്നത് എത്ര ജീവിതങ്ങളാണ്, കുടുംബങ്ങളാണ്. എന്തിനാണ് ദീപക് ചേട്ടാ ഇങ്ങനെ ചെയ്തത്? നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ലേ? ഇങ്ങനെ സ്വയം ഇല്ലാതാകുമ്പോൾ നഷ്ടമാകുന്നത് തൻ്റെ ഭാഗം തെളിയിക്കാനും പോരാടാനുമുള്ള അവസരമാണ്. ബാക്കിയാകുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ സങ്കടവും. ചിലരങ്ങനെയാണ്, ആത്മാഭിമാനത്തിന് ജീവനേക്കാൾ വില കൽപ്പിക്കുന്നവർ. പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ലോകം മുഴുവനും നമുക്കെതിരായാലും ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് നമുക്ക് ചെയ്യാനില്ല. ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുന്ന പോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ ആ താത്തയോട് എനിക്ക് ചോദിക്കാനുള്ളത്, താത്ത ഒരു ജനപ്രതിനിധിയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളല്ലേ? പ്രൊഫൈലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ. ഇങ്ങനെയാണോ ഒരു സൈക്കോളജിസ്റ്റ് കാണിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്? ഒരു പൊതുപ്രവർത്തക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഇങ്ങനെയാണോ? എത്ര മാർഗങ്ങളുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ചിലർ പറയും, നീ കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുവായി വലിയ വർത്താനൊന്നും പറയണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയിരുന്ന് പടി എന്നൊക്കെ പറയും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല പഠനം. ഇങ്ങനെയുള്ള കാഴ്ചകളും കാഴ്ചപ്പാടുകളും ചുറ്റുമുള്ള അനുഭവങ്ങളും എല്ലാം പഠനം തന്നെയാണ്. ഇത്രയും പഠിച്ച് സൈക്കോളജിസ്റ്റും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയേണ്ടത്? അറിവല്ല, തിരിച്ചറിവാണ് വേണ്ടത്. എന്തായാലും എനിക്ക് ആ താത്തയോട് പറയാനുള്ളത്, പോലീസ് കേസൊക്കെ എടുത്തതാണ് പറയുന്നത്, എനിക്കതിനെപ്പറ്റി അറിയില്ല, ന്യൂസിലൊക്കെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ എന്ത് ശിക്ഷ എന്നാലും എന്ത് ശിക്ഷ എനിക്ക് തരുന്നതെന്നറിയില്ല. ഞാൻ പറയുകയാണ് താത്തയോട്, കുറച്ചെങ്കിലും മനസ്താപം ഉണ്ടെങ്കിൽ ശിഷ്ടകാലം ആ അച്ഛനെയും അമ്മയും പരിചരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.